നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 0 to 10 സ്കെയിലിൽ ഞാനതിന് 7 മാർക്ക് കൊടുക്കും. നെയ്മർ ജൂനിയർ റേറ്റിംഗ് ഇടുകയാണ്. യെസ്, നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. പക്ഷേ കോവിഡ് കാരണം ഇപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കുറച്ച് പുറത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നെഗറ്റീവായി ടെസ്റ്റ്. അതിനുശേഷം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ചാരിറ്റി ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് നെയ്മർ സാൻഡോസിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാൻഡോസിൽ തുടരുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ചോദ്യത്തിനൊരു റേറ്റിംഗ് കൊടുക്കാൻ പറയും. അദ്ദേഹം പറയുന്നു, യെസ്, ഫ്രം 0 to 10 ഞാനതിന് 7 കൊടുക്കും. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് സാൻഡോസിൽ റിന്യൂ ചെയ്യുമെന്നുള്ളതിന് അദ്ദേഹം തന്നെ റേറ്റിംഗ് ഇട്ടിരിക്കുകയാണ് 7. സംഗതി ഏതാണ്ട് സാൻഡോസിൽ തന്നെ അദ്ദേഹം തുടരുമെന്നുള്ളത് ഉറപ്പാവുകയാണ് എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം സാൻഡോസിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. എൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സാൻഡോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതൊരിക്കലും ഇല്ലാതെയാവില്ല. ഐ വാസ് ബോൺ ഇൻ സാൻഡോസ്. എനിക്ക് അവിടെ തന്നെയാണ് മരിക്കേണ്ടതും. എൻ്റെ വീടാണത്, എൻ്റെ ഫേവറിറ്റ് ടീമാണ്. ഞാൻ സാൻഡോസിനെ സഹായിക്കാൻ എന്നാലാവുന്നതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് കളിക്കളത്തിനകത്താണെങ്കിലും പുറത്താണ് കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതായിരുന്നില്ല എൻ്റെ ഗോൾ. എൻ്റെ ഗോളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരിക, റിക്കവർ ചെയ്യുക, എന്നിട്ട് എൻ്റെ ഹാപ്പിനെസ് റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ബോഡിയെ ഏറ്റവും ബെസ്റ്റിലേക്ക് എനിക്ക് തിരികെ പോകാൻ വേണ്ടി അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ബെസ്റ്റിലേക്ക് എത്തണം. സാൻഡോസിൽ ഞാനിപ്പോൾ ഹാപ്പിയാണ്. സാൻഡോസ് എൻ്റെ വീടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാനെല്ലായ്പ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിനോട് വളരെ അടുത്താണ് നിന്നിട്ടുള്ളത്. എല്ലാ കോളപ്പിൻ്റെ സമയത്തും ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. കോച്ചുമാരൊക്കെ എന്നോട് പറയാറുണ്ട് ഞാൻ അവരുടെ പ്ലാനിലുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ 100% ഫിസിക്കൽ ഷേപ്പിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതാണ് ഈ ബ്രേക്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായാലും ഐ ഡെഡിക്കേറ്റ് മൈ സെൽഫ് ടു ദാറ്റ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുമ്പോൾ മടങ്ങി വരവ് ഇതാ തൊട്ടരികിലെത്തി എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.